ഹലോ. പുതിയൊരു ഹൈറിച്ചിൻ്റെ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊക്കെ നിർത്തിയാണ് എന്തിന് ഈ നായ്ക്കളെ നന്നാക്കുന്നു. ഇവന്മാർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ 1.5 കൊല്ലമായിട്ട് ചീത്ത പറഞ്ഞ് നടന്ന ഈ തെണ്ടികൾക്ക് എന്തിന് പൈസ കിട്ടണം? ഇവന്മാർ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, സാറേ സാറെ വീഡിയോ ഒക്കെ കാണാറുണ്ടായിരുന്നു, വളരെ ദേഷ്യമായിരുന്നു, പിന്നെ സാറേ എങ്ങനെയാണ് സാറേ പരാതി കൊടുക്കേണ്ടത്, പിന്നെ നമുക്ക് അധികം ഒന്നും നടക്കാനൊന്നും കഴിയൂല, വക്കീലിനെ വെക്കാനൊന്നും കഴിയൂല, പക്ഷേങ്കിലും നമുക്ക് പൈസ വേണം സാറേ, നമ്മളൊക്കെ പാവപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ചില ആൾക്കാർ. എന്താണ്, ഞാൻ പിന്നെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്കറിയാലോ. അപ്പോൾ ഈ നമ്മുടെ ഹൈറിച്ചിൻ്റെ അപ്ഡേറ്റ്സ്, എന്തോ ന്യൂട്ടൺസ് ലോ, അവർ എന്തോ മല മറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെ കുഴി ചാടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇവർ പറഞ്ഞ് നമ്മുടെ ഇപ്പോൾ 3 കേസുകളെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കേസ് നമ്മുടെ നിർമ്മാതാവിനെ പറ്റിച്ച കേസ് എന്ന് പറയുന്നത്, നിർമ്മാതാവ് OTTയിൽ പിന്നെ സിനിമ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റ് പുറമേ പ്രദർശിപ്പിച്ചതിനെക്കാട്ടിയും ഭയങ്കരമായിട്ടുള്ള ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് 10 ലക്ഷം ആൾക്കാരുണ്ട്. അവരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരു ദിവസം തന്നെ ഒരു സിനിമ തന്നെ 3-4 തവണയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ച് 50-50 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വരുമാനത്തിൻ്റെ 50-50 ആണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞ് പറ്റിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമ ഈ OTTയിൽ പ്രദർശിപ്പിക്കുകയും അതിനുശേഷം എത്ര ആൾ കണ്ടു എന്ന് ചോദിച്ചപ്പോൾ 1000 ആൾ കണ്ടിട്ടില്ല, 500 ആളെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് വരുമാനമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം നിരന്തരം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ, ഇതെന്താണ് ഇങ്ങനെ 10 ലക്ഷം ആളുണ്ടായിട്ട് നിങ്ങളെന്താണ് ഈ 1000 ആൾ കണ്ടില്ല, പിന്നെ 500 ആളെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത്? അത് നിങ്ങൾ നമ്മളെ പറ്റിക്കുകയാണോ? ഇത് വ്യൂവേഴ്ഷിപ്പിൻ്റെ കൗണ്ട് നിങ്ങൾ കുറച്ച് കാണിക്കുന്നതാണോ എന്നൊക്കെ എല്ലാ തർക്കങ്ങളുണ്ടായി. അപ്പോൾ ഓൻ്റെ സിനിമ ഇനിയും നമ്മളെ OTTയിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് പോലും റദ്ദാക്കി, ഏകപക്ഷീയമായി എഗ്രിമെൻ്റ് റദ്ദാക്കി എന്നുള്ളതാണ് കേസ്. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഒരുപാട് കള്ളപ്പണം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കള്ളപ്പണക്കാർ ഈ കമ്പനിയുടെ പുറകെ ഉണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യങ്ങൾ. ഇവർ ഈ FIR ഇട്ടവരെ പോലും പർച്ചേസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആൾക്കാരാണ് ഈ ഇപ്പോൾ വന്നുകൂടിയിരിക്കുന്ന കള്ളപ്പണക്കാർ. എത്ര കോടികൾ വേണമെങ്കിലും ഇവർ തരാം, പക്ഷെങ്കിൽ FIR പിൻവലിക്കണം എന്നുള്ള ആ ഒരു എഗ്രിമെൻറ്റുമായിട്ട് നടക്കുന്ന ഒന്നിലധികം കള്ളപ്പണക്കാർ ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ കണ്ണ് എന്ന് പറയുന്നത് ഈ FIRകൾ റദ്ദാക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ 250 കോടി ഇവർക്ക് കിട്ടും എന്നുള്ളതാണ്. 250 കോടി കിട്ടിക്കഴിഞ്ഞാൽ 50-50. അപ്പോൾ 125 കോടി കമ്പനിക്കും 125 കോടി കള്ളപ്പണക്കാർക്കും എന്നുള്ള എഗ്രിമെൻറ്റിലാണ് ഇപ്പോൾ നടക്കുന്നത്. നല്ല എന്ത് നടക്കാത്ത സ്വപ്നം അല്ലേ? അപ്പോൾ ഇതാണ് കഴിഞ്ഞ 2 മാസമായി നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ കാര്യം. അപ്പോൾ ഇതുകൊണ്ടാണ് നിങ്ങൾ ആരും 5ൻ്റെ പൈസ തരണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കേസ് നടത്തുന്നത് കള്ളപ്പണക്കാരാണ്, FIR ഇട്ടവരൊക്കെ പൈസ വാഗ്ദാനം ചെയ്യുന്നത് കള്ളപ്പണക്കാരാണ്, നിർമ്മാതാവിന് പൈസ കൊടുക്കുന്നത് കള്ളപ്പണക്കാരാണ്, എല്ലാം കള്ളപ്പണക്കാരാണ്. ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് ഒളിവിലിരുന്ന് ഒപ്പിടുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് CEO എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ CEO അല്ല, പ്രതാപിൻ്റെ ഭാര്യ CEO എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. CEO എന്നുള്ള കാര്യങ്ങൾ ഇവർ എല്ലാവരും തന്നെ, കുട്ടി ലീഡർമാർ മുതൽ വലിയ ലീഡർമാർ മുതൽ എല്ലാവരും തന്നെ ഒരു രേഖയിലും CEO ഇത് ഹൈറിച്ച് എന്ന് കാണില്ല. വൈഫ് ഓഫ് പ്രതാപൻ എന്നാണ്. പാവം വീട്ടമ്മ, ഒന്നും അറിയില്ല. പ്രതാപന് 100 കൂട്ടം കേസുകൾ ഉള്ളത് കൊണ്ട്, മറ്റ് ഡീലിങ്സ് ഉള്ളത് കൊണ്ട് വിശ്വസുന്ദരിയായ
എന്തോ അവാർഡൊക്കെ കിട്ടിയ മറ്റേ മദർ തെരേസ അവാർഡൊക്കെ കിട്ടിയ ഒരു വ്യക്തിയെയാണ് CEO ആയിട്ട് അറിയപ്പെടുന്ന കമ്പനിയുടെ CEO ആയിട്ട് കൊണ്ടുവന്നിരുന്നത്. എല്ലാ രേഖകളിലും ഒപ്പ് ചാർത്തിയിരുന്നത് CEO ആയിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ആരും തന്നെ CEO എന്ന് പറയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ബാരിക്കയുടെ ഉപ്പയാണ് തോന്നുന്നു, ബാരിക്കയുടെ ഉപ്പ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിലും ശ്രീനാഥ് പ്രതാപൻ എന്ന് മാത്രമേ പറയുള്ളൂ, CEO എന്ന് പറഞ്ഞിട്ടില്ല. എന്താണല്ലേ? അപ്പം ഇങ്ങനെയാണ് ഒരാളെ കമ്പനിയുടെ ഒന്നുമല്ല, ഇവർ വെറും ഒരു വീട്ടമ്മയാണ് എന്ന് ഉണ്ടാക്കി സമൂഹത്തിൽ അങ്ങനെ ഒരു ചിത്രമുണ്ടാക്കി അവർക്ക് നൈസായിട്ട് ജാമ്യം വാങ്ങിക്കൊടുക്കാനുള്ള വക്കീലിൻ്റെ ബുദ്ധിയായിരിക്കാം ഈ ബുദ്ധി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് ഒന്നാമത്തെ നമ്മുടെ കാര്യം കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ FIR റദ്ദ് ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 1070/2023 എന്നുള്ള FIR റദ്ദ് ചെയ്യണമെന്ന് പറയുന്ന ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇത് രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ എന്നുള്ള ഒരു ചെറിയൊരു സംശയമുണ്ട്. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയും ഓൻ പറയുന്നത് കളവാണ്, ഇത് മൂന്നാമത്തെയാണ് എന്ന് പറയും. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ക്രൈംബ്രാഞ്ച് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ 5 ദിവസം എറണാകുളം ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വിശദമായ റിപ്പോർട്ട്, എന്താണ് കേസ്, എന്തായിരുന്നു തട്ടിപ്പ്, ഇവർ എത്രമാത്രം വലിയ തട്ടിപ്പാണ് ഈ കേരളത്തിൽ നടത്തിയത് എന്നുള്ള വിശദമായ റിപ്പോർട്ട് ഇവർക്ക് പോലും അന്താളിച്ചു പോകും ഇവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടപാട് നമ്മുടെ വക്കീൽ എന്ത് ചെയ്തു അറിയാം, എന്നാൽ പിന്നെ ഒരു നീട്ടിവെച്ച ഒരു 3 ആഴ്ചത്തേക്ക് ഈ കേസ് നീട്ടിവെച്ച നമുക്ക് എന്താണല്ലേ നീട്ടിവെക്കാൻ വേണ്ടി നമ്മൾ പണ്ടേ പറയാറുണ്ട്, നീട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരെ പിന്നെ കോടതിയിൽ പോകുന്നത് എന്ന്. അപ്പോൾ നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറയാനുള്ളത് പറയാന്നല്ലാതെ വക്കീൽ മറ്റേ ഗവൺമെൻറ് റിപ്പോർട്ട് സമർപ്പിച്ച ഒറ്റ നീട്ടിവെക്കലാണ് 3 ആഴ്ചത്തേക്ക്. അപ്പോൾ ഈ 3 ആഴ്ചത്തേക്ക് നീട്ടിവെച്ചപ്പോൾ കുടുങ്ങിപ്പോയ ഒരാളുണ്ട്. ഈ FIRകൾ തള്ളിയിട്ട് വേണം ശ്രീനക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നീട്ടിവെച്ച് കഴിഞ്ഞാൽ ജാമ്യം കുതാക്കവ, അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇട്ടത്, ശ്രീനയുടെ ഒളിവ് ദീർഘിപ്പിച്ചു ഏപ്രിൽ 3-ാം തീയതി വരെയെന്ന്. അപ്പോൾ ഇപ്പോഴും ഒളിവിലാണ്, പാവം ഒളിവിലാണ്. അപ്പോൾ രണ്ടാമത്തെ കേസ് ഇതായി. ഇനി മൂന്നാമത്തെ ഇവരുടെ പ്രമാദമായ അപ്പീലിനെ കുറിച്ചാണ്. ക്രിമിനൽ അപ്പീൽ. ഇവരുടെ ജനുവരി 28-ാം തീയതി വന്ന ഓർഡറിനെതിരെ ഇവർ അപ്പീലിന് പോയിട്ടുണ്ട്. അപ്പീലിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ ഹൈറിച്ചോളികളെ പറ്റിക്കുകയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. 4358 എന്ന ഇവരുടെ കേസിനാണ് ഇവർ അപ്പീൽ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഹൈക്കോടതി റദ്ദാക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഇവർ സെഷൻസ് കോടതിയിൽ കൊടുത്ത ഉത്തരവിനെയാണ് ഇവർ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. എന്താണല്ലേ ഇവർ തന്നെ പറയുക, ഹൈക്കോടതി ഇവർക്കെതിരെയുള്ള ഇവരുടെ കമ്പനിയുടെ ഫ്രീസിങ് അവർ റദ്ദാക്കണമെന്ന് പറയുക. അപ്പോൾ ഇവർ ഹൈക്കോടതിയിൽ പറയുക ഇത് റദ്ദാക്കണം, ഹൈക്കോടതി റദ്ദാക്കി കൊടുക്കുന്നു. അതിനുശേഷം അതെടുത്തിട്ട് സെഷൻസ് കോടതിയിൽ പോവുക, റദ്ദായ ഉത്തരവ് റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജഡ്ജി പറഞ്ഞു ശരി എന്നാൽ പിന്നെ റദ്ദാക്കിക്കില്ല. അതിന് മുന്നേ തന്നെ വേറെ ഒരു ഫ്രീസിങ് ഓർഡർ, ഒരു കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ ഫ്രീസിങ് അസാധുവാവുകയും അതിനുശേഷം പുതിയൊരു ഉത്തരവ് വന്നത് എന്ന് പോലും അറിയാതെയാണ് ഇവർ ഈ ആൾക്കാരെ അത് മറച്ചു വെച്ചിട്ട്, അറിയാതെയല്ല മറച്ചു വെച്ചാണ് ഇവരെ പറ്റിക്കുന്നത്. ഇവരുടെ പ്രയർ എന്താണ് അതിനനുസരിച്ച് മാത്രമേ, ഇവരുടെ പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അപേക്ഷ എന്താണ് അതിനനുസരിച്ച് മാത്രമേ ജഡ്ജ്മെൻ്റ് ഉണ്ടാവൂ. അപ്പോൾ 4358 എന്നുള്ള ഒരു സെഷൻസ് കോടതിയിലെ
കേസിനെയാണ് ഇവർ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. 43-59 എന്നുള്ള കേസിനെയാണ് ഇവർ ശരിക്ക് ചലഞ്ച് ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യാൻ കാരണങ്ങൾ കിട്ടുന്നില്ല ഇവർക്ക് എന്നുള്ളതാണ്. എന്ത് പറഞ്ഞ് ചലഞ്ച് ചെയ്യും? കഴിഞ്ഞ ദിവസം ഇവർ ഒരു കേസുണ്ടായിരുന്നു, ഇവരുടെ FIR, നമ്മുടെ ജാമ്യത്തിൻ്റെ കേസിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആൾറെഡി ഒരു വീഡിയോ ഇട്ടതാണ്. ഇവർ പറയുന്നത് 1070/2023 എന്ന് പറയുന്ന കേസിൽ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ, ബാക്കി കേസുകളിലൊന്നും അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ പിന്നെ ജഡ്ജി ചോദിച്ചു എന്നാൽ പിന്നെ ബാക്കി കേസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു. അപ്പോൾ അതാണ് കാര്യം. എന്നിട്ട് ആ ഒരു ജാള്യത മറക്കാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കേസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണമായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഈ കേസ് ഇട്ടതാണ്, അല്ലാണ്ട് ശ്രീനാഥ് പ്രതാപന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കേസ് ഇട്ടതല്ല. നമ്മൾ കേസിൻ്റെ ഡീറ്റെയിൽസ്, എത്ര കേസുണ്ട് എന്ന് നമുക്ക് അറിയണമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾക്കെതിരെ ഇപ്പോൾ 60-ലധികം കേസുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 40 പൊക്കി പിടിച്ചുകൊണ്ട് നടന്നോ. അടുത്ത ദിവസം എനിക്ക് തോന്നുന്നു 14-ാം തീയതിയാണെന്ന് തോന്നുന്നു, മാർച്ച് 14-ാം തീയതിയാണെന്ന് തോന്നുന്നു. അപ്പോൾ മാർച്ച് 14-ാം തീയതി നിങ്ങളുടെ എല്ലാ കേസിൻ്റെയും, ഇതുവരെയുള്ള കേസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പറയാനാണ്? ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിനാണ്. നിങ്ങളൊക്കെ പോളിംഗ് കാത്തിരിക്കുന്നവരൊക്കെ മണി ചെയിൻ്റെ വക്താക്കളാണ് എന്നാണ് പറയാനുള്ളത്. വല്ല പണിക്കുമ്പോൾ വേറൊരു വാക്കും കൂടി പറയാനുണ്ട്, പക്ഷേ അത് പറയുന്നില്ല.